നോക്കി വെച്ചിട്ടുണ്ട് എന്നാണെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ശരിക്കും അബിന് ഓർമ്മയുണ്ടോ അടിച്ചയാളുടെ മുഖം? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആണല്ലേ? അതെ അതെ. ആളെ അറിയാമോ? ആളെ അറിയാം. അദ്ദേഹത്തിന് എന്നെ അറിയാമോ? പേരും അറിയാം. ഞാൻ പേര് പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു അന്ന്. ആണോ? അദ്ദേഹത്തിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. ശരിക്കും മുൻവൈരാഗ്യം ഒന്നും ഇല്ലല്ലോ. മുൻവൈരാഗ്യം പൊളിറ്റിക്കൽ ആക്ഷൻ സീനിൽ സമയത്ത് പൊളിറ്റിക്കലായിട്ട് സംഭവിച്ചതാ. അടിക്കാൻ തീരുമാനിച്ചു. അബിനെ തന്നെ തെരഞ്ഞു പിടിച്ചടിക്കുകയായിരുന്നു. അതിനകത്ത് ആ അടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം സ്വാഭാവികമായിട്ട് ആക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ആക്ഷൻ്റെ ഒരു കമാൻഡർ ഉണ്ടാവുമല്ലോ. അപ്പൊ കമാൻഡർ DCP ആണ്. DCP പരമാവധി സംഘർഷം വേണ്ട എന്നുള്ള നിലപാടുകാരനായിരുന്നു. സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ പോലീസ് ഇടയ്ക്കിടയ്ക്ക് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും സംഘർഷം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു മൊമെന്റിൽ ഒന്ന് DCPയുടെ ശ്രദ്ധ ഒരു പോയിന്റിലൊന്ന് മാറുമ്പോഴത്തേക്കിന് വളരെ ബോധപൂർവ്വം അതൊരു 4-5 ഉദ്യോഗസ്ഥന്മാർ, അതായത് സമരം തുടങ്ങുമ്പോൾ തൊട്ട് എല്ലാ കാലത്തും തോന്നുന്നു SFIക്കാരെ അടിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഒരു കാലത്ത് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് SFIക്കാർ അടിക്കുന്നു. SK സജീഷിനെ വളരെ അടിച്ചിട്ടുണ്ട് അല്ലേ? ഒരു അടിയല്ലേ ഞങ്ങൾ ഈ വെടിവെച്ചതിന് നേരിട്ട് വരാം. കോഴിക്കോട് പിന്നെ ഞങ്ങൾ ആ സമയത്ത് അന്ന് SFIയുടെ ജില്ലാ പ്രസിഡന്റ് ഞാൻ SK അന്ന് സംസ്ഥാന ഭാരവാഹി. അന്നത്തെ ഈ ഉദ്യോഗസ്ഥരെ ഇപ്പൊ അബിൻ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞല്ലോ. സമരത്തിന് നേരെ വെടിവെക്കുക. അവർക്കൊന്നും വ്യക്തിപരമായ ആരോടും വിരോധമൊന്നും ഇല്ലല്ലോ. നേരെ രാധാകൃഷ്ണ പിള്ള എന്ന് പറയുന്ന പോലീസ് ഈ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ട് വന്ന് ഈ ഓപ്പറേഷൻ എനിക്ക് ഓർമ്മയുണ്ട്. ഭീകരമായി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു സാധാരണ ഞങ്ങളുടെ കയ്യിൽ അത് ഇപ്പോഴും അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഒരു കല്ലെടുത്ത് പോലും അറിയാത്ത ഒരു സമരം. അതിനുശേഷമാണ് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു വെടിവെപ്പിന് നമ്മൾ ഇപ്പൊ അബിനൊക്കെ അടികൊണ്ട് ഇങ്ങനെ രക്തം ഒലിക്കുന്ന സമയത്ത് നിങ്ങൾ രാഷ്ട്രീയമായി നമുക്കതിനെ പലപ്പോഴും ന്യായീകരിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്കും ഞാൻ അബിനോട് ചോദിച്ചിരുന്നു അടി കിട്ടും അല്ലേ? അല്ല, ഞാൻ അബിനോട് ചോദിച്ചിരുന്നു പരിക്ക് എങ്ങനെയുണ്ട്, സാരമുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ശരിക്കും ഒരു വേദന ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകനും ഒരു സമരമുഖത്ത് അടിയേൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്.